നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എന്റെ നെഞ്ചത്തോട്ട് കയറാൻ ഒരുത്തനും വന്നേക്കണ്ട, ശബരിമല വിഷയത്തിൽ സർക്കാരിനൊപ്പം തന്നെയെന്ന് പ്രഖ്യാപിച്ച് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ ഈ ഒരു പ്രഖ്യാപനം വീണ്ടും നടത്തിയതോടുകൂടി വിശ്വാസ സമൂഹവും അതുപോലെ തന്നെ നായർ വിഭാഗത്തിലെ വലിയൊരു വിഭാഗവും ഇപ്പോൾ ജനറൽ സെക്രട്ടറിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഒരൊറ്റ ചോദ്യമാണ് ഇപ്പോൾ വിശ്വാസികൾ സുകുമാരൻ നായർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ശബരിമലയിൽ പിണറായി തന്ന ഉറപ്പാണല്ലോ വിശ്വാസം സംരക്ഷിക്കുമെന്ന്. ആ ഉറപ്പിലാണല്ലോ സുകുമാരൻ നായർ വീണിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ടുപോയ വിഷയത്തിൽ എന്തുകൊണ്ട് പിണറായി ഒരക്ഷരം മിണ്ടുന്നില്ല? ഇതേക്കുറിച്ച് പിണറായിയോട് എന്തുകൊണ്ട് സുകുമാരൻ നായർ ചോദ്യം ഉന്നയിക്കുന്നില്ല? വിശ്വാസം കളങ്കപ്പെട്ടിരിക്കുകയാണല്ലോ അവിടെ നിന്ന് സ്വർണം പുറത്തേക്ക് പോയതോടുകൂടി. എന്നിട്ടും NSS എന്താണ് മൗനം പാലിക്കുന്നത്? സുകുമാരൻ നായർക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ലേ? അണ്ണാക്കിലെ പിരിവെട്ടിയോ എന്ന ചോദ്യം ശക്തമാകുന്നു. പിണറായി കാരണം 8ന്റെ പണി കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ സുകുമാരൻ നായർക്ക്. ഒരൊറ്റ കാര്യമായിരുന്നു സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് സുകുമാരൻ നായർ പറഞ്ഞത്. സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് ശബരിമലയിൽ വിശ്വാസം സംരക്ഷിക്കുമെന്ന്. എവിടെയാണ് സുകുമാരൻ നായരെ പിണറായി വിശ്വാസം സംരക്ഷിച്ചത്? അങ്ങനെയെങ്കിൽ വലിയ കളവാണല്ലോ അവിടെ നടന്നത്. ദേവസ്വം ബോർഡ് അറിയാതെ എന്തെങ്കിലും ഒരു മുട്ടുസൂചി പുറത്തേക്ക് പോകുമോ? എന്നിട്ടും വലിയ കൊള്ളയാണ് അവിടെ നടന്നിരിക്കുന്നത്. അയ്യപ്പന്റെ സ്വർണവും ദ്വാരപാലക ശില്പവും എല്ലാം പുറത്തേക്ക് ഒരുത്തൻ കൊണ്ടുപോകുകയും പല സമ്പന്നന്മാരുടെയും വീട്ടിൽ കൊണ്ടെത്തി പൂജ നടത്തുകയും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. അയ്യപ്പനെ മുഴുവനായ അങ്ങ് പുറത്തേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചിരിക്കുന്നത്. എന്നിട്ടും അവിടെ വിശ്വാസം സംരക്ഷിച്ചു എന്ന് സുകുമാരൻ നായർ പറയുകയാണെങ്കിൽ അങ്ങേര് ഉറക്കത്തിലാണ് എന്ന വിമർശനവും ട്രോളുമാണ് ശക്തമാകുന്നത്. പക്ഷേ എന്തായാലും ഇപ്പോൾ പിണറായിയെ പിന്തുണച്ചു പോയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ നിലപാട് മാറ്റാനും സുകുമാരൻ നായർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇടത് ചേരിയിൽ തന്നെ നിൽക്കുക എന്നുള്ള ഒരു ഗതികേടിലേക്ക് സുകുമാരൻ നായർ എത്തിയിരിക്കുകയാണ്. ശബരിമലയിൽ ഇടത്തോട്ട് ചേർന്ന് നിൽക്കുമെന്ന് സുകുമാരൻ നായർ പറയുന്നത് CPMന് വലിയൊരു ആശ്വാസമായിട്ടുണ്ട്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ NSSും SNDPയും ഞങ്ങൾക്കൊപ്പമാണല്ലോ എന്ന് പറഞ്ഞ് വോട്ട് പിരിക്കാൻ ഇറങ്ങും. കമ്മ്യൂണിസ്റ്റുകളുമായി സഹകരിക്കുമെന്ന് സുകുമാരൻ നായർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ NSSുമായി പരമാവധി ചേർന്ന് CPM പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ശബരിമല വിഷയത്തിൽ സ്വീകരിച്ച ശരിദൂര നിലപാട് ആര് പറഞ്ഞാലും മാറ്റില്ലെന്നും അന്ത്യം വരെ അതുമായി മുന്നോട്ട് പോകുമെന്നും ഇപ്പോൾ സുകുമാരൻ നായർ കഴിഞ്ഞ ദിവസവും പറഞ്ഞത്. വിശ്വാസ കാര്യത്തിൽ ശരി കണ്ടപ്പോൾ NSS രാഷ്ട്രീയം നോക്കിയില്ല. എന്നാൽ അതിനെ ചിലർ രാഷ്ട്രീയവൽക്കരിച്ചു. തനിക്കെതിരായ പ്രചാരണങ്ങളിൽ ചില ദൃശ്യമാധ്യമങ്ങളുടെ കൈയുണ്ടോ എന്ന് സംശയിക്കുന്നു. NSSനെ വംശനാശം വരുത്താൻ ശ്രമിക്കുന്ന ചാനലുകളെ തിരിച്ചറിയണമെന്നും സുകുമാരൻ നായർ പറഞ്ഞു. പെരുന്നയിൽ വെച്ച് നടന്ന നായർ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചപ്പോഴായിരുന്നു വീണ്ടും നിലപാട് വ്യക്തമാക്കിയത്. ഇതിനെ നിലപാട് എന്നൊന്നും പറയാനൊക്കില്ല. ഒരു നിൽക്കകള്ളി ഇല്ലാതെ വന്നതോടുകൂടി പിണറായിയുടെ കൂട്ടിലേക്ക് ചേക്കേറേണ്ടി വന്നതാണ് എന്നുള്ള വിമർശനമാണ് വരുന്നത്. സമദൂര നിലപാടിൽ കഴിയുന്ന സമുദായത്തെ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ BJPയോ ആക്കാൻ ശ്രമിക്കരുതെന്നാണ് സുകുമാരൻ നായർ മുന്നറിയിപ്പ് നൽകുന്നത്. ശബരിമലയുടെ കാര്യത്തിൽ മാത്രമാണ് NSS നിലപാട് മാറ്റിയത്. ഇത് രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുന്നതല്ല. വിശ്വാസം, ആചാരം, അനുഷ്ഠാനം എന്നിവ പാലിക്കുക എന്നതാണ് NSSന്റെ അടിസ്ഥാന നിലപാട്. ശബരിമല ആചാരത്തിൽ അന്നത്തെ സർക്കാർ വീഴ്ച വരുത്തിയപ്പോഴാണ് NSS രംഗത്തിറങ്ങിയത്. ഒരു ആനുകൂല്യവും ചോദിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പിന്നാലെ NSS ഇതുവരെ പോയിട്ടില്ല എന്നും സുകുമാരൻ നായർ പറഞ്ഞു. ശബരിമല വിഷയത്തിൽ NSS സ്വീകരിച്ച നിലപാട് സംസ്ഥാന സർക്കാർ അംഗീകരിക്കുകയും മന്ത്രി VN വാസവൻ നേരിട്ട് ഉറപ്പ് നൽകുകയും ചെയ്ത സാഹചര്യത്തിലാണ് സമുദായം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. നേതൃത്വത്തിനെതിരെയും വ്യക്തിപരമായും ഉയരുന്ന പ്രതിഷേധങ്ങൾ കരുതിക്കൂട്ടി സൃഷ്ടിക്കുന്നതാണെന്ന് സുകുമാരൻ നായർ ആരോപിച്ചു. പലരും തന്റെ നെഞ്ചത്ത് കയറി നൃത്തമാടുന്നു. നായന്മാരുടെ നേരെ തിരിഞ്ഞാൽ അതിന് മറുപടി നൽകണം. നേതൃതലത്തിൽ വ്യക്തിഹത്യ നടത്തിയാൽ ആ പ്രസ്ഥാനത്തെ അധിക്ഷേപിക്കലാണ്. ശക്തമായ എതിർപ്പുകൾ നേരിട്ടാണ് NSS വളർന്നു വന്നതെന്നും അതിനാൽ ഇത്തരം പ്രതിഷേധങ്ങളെ ഭയക്കുന്നില്ല എന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. ചില ചാനലുകളുടെ നേതൃത്വത്തിൽ പോലും ഫ്ലെക്സുകൾ വെക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു എന്നാണ് മാധ്യമങ്ങൾക്കെതിരെ വിമർശിച്ചുകൊണ്ട് സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നത്. ശബരിമലയിൽ വിശ്വാസം സർക്കാർ സംരക്ഷിക്കുന്നു എന്ന് ഇടയ്ക്കിടെ സുകുമാരൻ നായർ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇവിടെയാണ് ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറിയുടെ പിരിവെട്ടിക്കുന്ന ചോദ്യങ്ങൾ വിശ്വാസികൾ തന്നെ ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ് പിണറായി വിശ്വാസം സംരക്ഷിച്ചത് എന്ന ചോദ്യം അവർ ഉയർത്തുന്നു. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കൊള്ള
അത് മുൻനിർത്തിയാണ് വിശ്വാസികൾ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ വിഷയത്തിൽ NSS മൗനം പാലിക്കുന്നു എന്നുള്ള ചോദ്യം സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ഉയർന്നതോടെ സുകുമാരൻ നായർക്കും നിൽക്കക്കള്ളിയില്ലാതെ വരികയാണ്. ഒരു പാർട്ടിയുടെയും കൂട്ടിൽ NSSനെ കെട്ടണ്ട എന്ന് സുകുമാരൻ നായർ പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകളോട് ചേർന്ന് നിൽക്കുന്ന നിലപാട് ആവർത്തിച്ചു പറയുന്നുമുണ്ട് സുകുമാരൻ നായർ. കമ്മ്യൂണിസ്റ്റുകാർ എന്താ നിഷിദ്ധരായവരാണോ? നല്ലതുമായി ആര് മുന്നോട്ട് വന്നാലും സഹകരിക്കും, നാളെയും സഹകരിക്കും. ഭരിക്കുന്ന പാർട്ടിക്ക് അവരുടെ തീരുമാനമനുസരിച്ചുള്ള കാര്യങ്ങൾ ശബരിമലയിൽ നടപ്പാക്കാമായിരുന്നു. എന്നാൽ വിശ്വാസികളുടെ മനസ്സറിഞ്ഞ് അവരത് ചെയ്തില്ല. ദർശനം മുൻകാലങ്ങളിലേതുപോലെ ആചാരമനുസരിച്ച് തന്നെ നടന്നു. എന്നാൽ അത് മാത്രം പോരാ, ശബരിമലയുടെ വികസനം കൂടി നടപ്പാക്കണമെന്നും അതിന് ആഗോളതലത്തിൽ സംഗമം വിളിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ടു പോകണമെന്നും സർക്കാർ പ്രതിനിധിയായി മന്ത്രി VN വാസവൻ അറിയിച്ചു. പരിപാടി രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണം എന്നതായിരുന്നു NSS നിലപാട്. ഇക്കാര്യങ്ങൾ പിറ്റേന്നത്തെ പത്രങ്ങളിൽ VN വാസവന്റേതായി വന്നു. എന്നാൽ പിണറായി വിജയൻ പറഞ്ഞില്ല, സുകുമാരൻ നായർ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ചിലർ ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചു. ചില ചാനലുകളും രാഷ്ട്രീയക്കാരും കൂടിയാണ് ഇത് വഷളാക്കിയത്. അവരിപ്പോൾ സുകുമാരൻ നായർക്കെതിരെ വരുന്ന പോസ്റ്ററുകളുടെ കണക്കെടുക്കുകയാണ്. വിലാസം പോലും ഇല്ലാത്ത പോസ്റ്ററുകളാണ് പലതും. അതിന്റെ പിന്നിലുള്ളവർ NSSനെ അധിക്ഷേപിക്കാൻ സുകുമാരൻ നായരെ ഉപയോഗിക്കുകയാണ്. അതിന് കൂട്ടുനിന്ന് നാടിനെ നശിപ്പിക്കാൻ നോക്കുന്നവർ മറുപടി പറയേണ്ടി വരും എന്നാണ് സുകുമാരൻ നായർ പറഞ്ഞിരിക്കുന്നത്. ശബരിമല ആചാരത്തിൽ അന്നത്തെ സർക്കാർ വീഴ്ച വരുത്തിയപ്പോഴാണ് NSSന് രംഗത്തിറങ്ങേണ്ടി വന്നത്. ആള് കൂടുന്നത് കണ്ട് മറ്റ് പല രാഷ്ട്രീയ പാർട്ടികൾ എത്തിയെങ്കിലും അവർ ഒന്നും ചെയ്തില്ല. കേന്ദ്ര സർക്കാരിന് നിയമനിർമ്മാണം നടത്താമായിരുന്നെങ്കിലും ചെയ്തില്ല. കോടതിയിൽ കേസ് നടത്തിയത് NSS ആണെന്നും സുകുമാരൻ നായർ പറഞ്ഞു. വിശ്വാസവും ആചാര അനുഷ്ഠാനങ്ങളും നിലനിൽക്കണമെന്നും രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണമെന്നുമുള്ള NSSന്റെ ആവശ്യം അംഗീകരിച്ചതിനാലാണ് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത്. സർക്കാർ അത് പാലിക്കുകയും ചെയ്തല്ലോ. അതുകൊണ്ടാണ് ശബരിമല വിഷയത്തിൽ ഈ സർക്കാരിനെ ഇപ്പോൾ വിശ്വാസത്തിലെടുത്തിരിക്കുന്നത് എന്നും സുകുമാരൻ നായർ പറയുന്നു. മാന്യമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തെ ലാഭേച്ഛ കണ്ട് നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നേരിടുമെന്നും സുകുമാരൻ നായർ പറയുന്നു. ശബരിമലയിലെ വിശ്വാസം സംരക്ഷിക്കപ്പെടണമെന്നത് തന്നെയാണ് തന്റെ ആവശ്യമെന്നും അതിന് സർക്കാർ ഇനി മുന്നിട്ട് നിൽക്കുമെന്നും സുകുമാരൻ നായർ പറഞ്ഞു വെക്കുമ്പോഴാണ് തൊട്ടു പിന്നാലെ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട കൊള്ളകൾ ഉൾപ്പെടെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ആ ക്ഷേത്രത്തെ കട്ടുമുടിക്കുകയാണ് ഒരു കൂട്ടർ അവിടെ കയറി ഇറങ്ങി. എന്നിട്ടും സുകുമാരൻ നായർ പറയുന്നു വിശ്വാസം സംരക്ഷിക്കപ്പെട്ടു എന്ന്. 2019 മുതൽ ഇങ്ങോട്ട് ശബരിമലയിൽ നടന്നത് വലിയ മോഷണങ്ങളാണ്. അതിന്റെ എല്ലാം വാർത്തകൾ പുറത്തേക്ക് വന്നിട്ടും ആ വിഷയത്തിൽ ഒരു അക്ഷരം പറയാൻ സുകുമാരൻ നായർ തയ്യാറാകുന്നില്ല. മറിച്ച് ഇടയ്ക്കിടയ്ക്ക് വന്ന് പുട്ടിന് പീര പോലെ സർക്കാർ വിശ്വാസം സംരക്ഷിക്കും എന്ന് മാത്രമാണ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.